മുൻ എംപിയും ചലച്ചിത്ര താരവുമായിരുന്ന ഇന്നസെന്റിന്റെ ഓർമ്മകൾ നിറഞ്ഞ ചടങ്ങിൽ ചാലക്കുടി മണ്ഡലത്തിലെ ഇടത് മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. മന്ത്രി പി രാജീവ് ഇന്നസെന്റിന്റെ ഭാര്യ ആലിസ് ഇന്നസെന്റിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. LDF വിജയിക്കണമെന്ന് ആലിസ് ഇന്നസെന്റ് പറഞ്ഞു. ഇന്നസെന്റ് ഇല്ലെങ്കിലും ചടങ്ങിൽ നിറഞ്ഞതു മുഴുവൻ ഇന്നസെന്റിന്റെ ഓർമ്മകളായിരുന്നു. എംപിയായ രാഷ്ട്രീയ പ്രവർത്തകനായ നടനായ മനുഷ്യസ്നേഹിയായ ഇന്നസെന്റ് ചാലക്കുടിയുടെ MP എന്ന നിലയിൽ ഇന്നസെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ച് ഉദ്ഘാടകനായ മന്ത്രി പി രാജീവ്. സാധാരണ കാണാത്ത സ്വപ്നങ്ങൾ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി കണ്ടിരുന്നു. അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നട്ട്ബെഗ് പാർക്ക് എന്ന ഒരു പുതിയ സങ്കല്പം കേരളത്തിൽ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹമാണ്. മണ്ഡലത്തിലുടനീളം എല്ലാ ആശുപത്രിയിലും അത്തരം സൗകര്യങ്ങൾ ഒരുക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ ഒരു തുടർച്ച പിന്നിട്ട് 5 വർഷം ഈ മണ്ഡലത്തിൽ ഇല്ലാതെ പോയി എന്നത് നമുക്കെല്ലാവർക്കും വേദന ഉളവാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ട 5 വർഷങ്ങൾ അത് തിരിച്ചു പിടിച്ച് കുറേ കൂടി കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രി പി രാജീവിൽ നിന്നും ആലീസ് ഇന്നസെന്റ് മാനിഫെസ്റ്റോ ഏറ്റുവാങ്ങി. ചാലക്കുടിയിൽ ഇന്നസെന്റ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് പ്രൊഫസർ രവീന്ദ്രനാഥിന് വോട്ട് ചെയ്യണമെന്ന് ആലീസ്. കേരളത്തിൽ LDF വിജയിക്കണം. ഇന്നസെന്റ് ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് പ്രചാരണം ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്ര മാഷും നന്നായി വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട്. എല്ലാവരും രവീന്ദ്ര മാഷെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. LDF വരണം. ഇന്നസെന്റിന്റെ പേരക്കുട്ടികളായ ഇന്നസെന്റ് സോണറ്റ്, അന്ന സോണറ്റ് എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു. MLA മാർ, മുൻ MLA മാർ, LDF നേതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി എയ്റോ സിറ്റി, എയ്റോട്രോപോളിസ്, കൊരട്ടി സാറ്റലൈറ്റ് ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്നീ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് LDFന്റെ ചാലക്കുടി മാനിഫെസ്റ്റോ. കൈരളി ന്യൂസ്, കൊച്ചി.